മാതൃത്വം. അമ്മാവന് 6 വയസ്സുള്ളപ്പോഴാണ് കുട്ടിയമ്മ എൻ്റെ അമ്മയെ ഗർഭം ധരിക്കുന്നത്. ആ വാർത്ത പലരുടെയും ഉള്ളിലുണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ലായിരുന്നു. സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ അറിയാത്ത ഒരു നിർവികാരാവസ്ഥയിലായിരുന്നു കുട്ടിയമ്മയും. ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന അവരുടെ വിശ്വാസത്തിനു മേൽ അപ്രതീക്ഷിതമായുണ്ടായ ഈ ഭാഗ്യം പലർക്കും അവിശ്വസനീയമായിരുന്നു. ഇതറിഞ്ഞതോടെ അപ്പൂപ്പനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന കുട്ടിയമ്മ തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. അന്നു മുതൽ കുട്ടിയമ്മയുടെ അടുത്തുനിന്ന് മാറാതെ അവരെ ശുശ്രൂഷിക്കുന്നതിലും പരിലാളിക്കുന്നതിലും മാത്രമായി അപ്പൂപ്പന്റെ ശ്രദ്ധ. അവരുടെ ആരോഗ്യത്തിലും ഭക്ഷണകാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച സൗഭാഗ്യം കുട്ടിയമ്മയുടെ നല്ല മനസ്സിന്റെയും ഭർത്താവിനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെയും ഫലമാണെന്ന് എല്ലാവരും പറഞ്ഞു. മാസത്തിലൊരിക്കൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനും അവരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനുമായി വീട്ടിലൊരു ചടങ്ങ് നടത്തുന്നത് പതിവായിരുന്നു. ആ ദിവസം രാത്രി വീടിന്റെ കിഴക്കേ മുറ്റത്ത് അവലും മലരും പഴവും ശർക്കരയും വറപ്പൊടിയും കള്ളും ഓരോ വാഴയിലയിലാക്കി നിരത്തിവെച്ച് അതിനു ചുറ്റും പന്തം പോലെ തിരി കത്തിച്ചു വെക്കും. കുടുംബത്തിലെ മൂത്ത കാരണവന്മാരൊക്കെ അതിനു ചുറ്റും നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ആ അപ്പൂപ്പന്റെ മൂത്ത സഹോദരൻ ഒരു കോഴിയെടുത്ത് ജീവനോടെ കഴുത്തറുത്ത് അതിന്റെ ചോര പന്തത്തിന് ചുറ്റും തളിക്കും. ആ സമയം കുട്ടികളൊന്നും ആ പരിസരത്തേക്ക് പോകില്ല. വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന ഒരന്തരീക്ഷമായിരുന്നു എനിക്കത്. ജീവനറ്റു പോകുന്ന കോഴിയുടെ പിടച്ചിലിന്റെ ശബ്ദം ഇന്നും ഓർക്കുമ്പോൾ ഭയമാണ്. ഇരുട്ടും വെളിച്ചവും ചോരയും നിറഞ്ഞ രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. എന്തിനാണെന്ന് പേടിയോടെ അമ്മോട് ചോദിക്കുമ്പോൾ മരിച്ചുപോയവരുടെ സന്തോഷത്തിനാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്താൽ മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് സന്തോഷമാവുക എന്നതായിരുന്നു എന്റെ ചിന്ത. ഒരു കോഴിയെ ജീവനോടെ കഴുത്തറുത്ത് കൊന്നിട്ട് അതിന്റെ ചോര മുറ്റത്തൊക്കെ തളിക്കുമ്പോൾ മരിച്ചുപോയ ആത്മാക്കളൊക്കെ സന്തോഷിക്കുമെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ കൊലയാളികളായിരിക്കുമോ? അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സംശയങ്ങളുടെ കെട്ടഴിക്കും. പക്ഷെ അവരുടെ മറുപടി കുഞ്ഞു തലച്ചോറിലെ യുക്തിബോധവുമായി യോജിച്ചിരുന്നില്ലെങ്കിൽ ഞാനതിനെ എതിർക്കാനോ തള്ളിപ്പറയാനോ ചോദ്യം ചെയ്യാനോ തുനിഞ്ഞിരുന്നില്ല. അപ്പൂപ്പന്റെ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടുമൊപ്പം ഇഴുകിച്ചേർന്നായിരുന്നു കുട്ടിയമ്മ ജീവിച്ചിരുന്നതെങ്കിലും ഒരിക്കൽ പോലും അവർ അമ്പലത്തിൽ പോകുന്നതോ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്നതോ കണ്ടിട്ടില്ല. പക്ഷേ ഉത്സവങ്ങളൊക്കെ കുട്ടിയമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങൾക്ക് കുട്ടിയമ്മയെ അപ്പൂപ്പൻ കൊണ്ടുപോകും. വർണ്ണാഭമായ വെളിച്ചങ്ങൾക്കിടയിലൂടെ കരിവീട്ടി കടഞ്ഞെടുത്തതുപോലെ അവർ നടന്നു നീങ്ങുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറെ മുതിർന്നപ്പോഴാണ് അവർ ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് അത്ഭുതത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞത്. കുട്ടിയമ്മ ഗർഭിണിയായതോടുകൂടി മാമനെ പലരും പലതും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. കുട്ടിയമ്മയ്ക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ഇനി നിന്നെ അവർക്ക് വേണ്ട, നീ സ്വന്തം അമ്മയുടെ കൂടെ പോയി നിൽക്കുന്നതാണ് നല്ലത്. ഇത് അമ്മാവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഓരോ ദിവസം കഴിയും തോറും അമ്മാവൻ കൂടുതൽ വിഷാദിയായി കാണപ്പെട്ടു. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകാതെ വീട്ടിനുള്ളിൽ തന്നെ കിടപ്പായി. അമ്മാവന്റെ മാറ്റത്തിന് കാരണം കുട്ടിയമ്മയ്ക്ക് മനസ്സിലായി. അവർ മാമനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര കുട്ടികളുണ്ടായാലും നീയാണെന്റെ ആദ്യത്തെ മകൻ. നീ കഴിഞ്ഞ് എനിക്ക് മറ്റാരുമുള്ളൂ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കുട്ടിയമ്മയുടെ വാക്കുകൾ കേട്ട് അതുവരെ അമ്മാവന്റെ നെഞ്ചിലുണ്ടായിരുന്ന ഭാരം അരിഞ്ഞില്ലാതെയായി. അപ്പൂപ്പനെ കഴിഞ്ഞാൽ കുട്ടിയമ്മ ഏറ്റവും സ്നേഹിച്ചിരുന്നത് അമ്മാവനെ തന്നെയായിരുന്നു. കുട്ടിയമ്മയോടുള്ള അമ്മാവന്റെ അമിതമായ ഇഷ്ടവും ആത്മബന്ധവും മറ്റമ്മയെ കൂടുതൽ അസ്വസ്ഥയാക്കി. പ്രസവിച്ച സ്വന്തം അമ്മയോടില്ലാത്ത സ്നേഹം വളർത്തമ്മയോട് കാണിക്കുന്നത് എന്തിനാണെന്നുള്ള ചിന്ത അവരെ അലട്ടി. മാത്രമല്ല, കുട്ടിയമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവരോടുള്ള അപ്പൂപ്പന്റെ അമിതമായ സ്നേഹവും കരുതലും മറ്റേമേൽ കടുത്ത അസൂയുണ്ടാക്കി. ആ കൊച്ചു വീട്ടിൽ സംഘർഷങ്ങളുടെ പുക ഉയരാൻ തുടങ്ങി.